ചപ്പാത്തി ഇതേപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ എന്തൊരു രസമാണല്ലേ. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ എനിക്ക് ഈ ചപ്പാത്തി ചൂടാനോ ചപ്പാത്തി പരത്താനൊന്നും കാര്യമായിട്ട് അറിയില്ല കേട്ടോ. ഒക്കെ പിന്നെ പഠിച്ചതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഷോപ്പിലേക്ക് പോകണത്. നമ്മളെ ബസ് വന്ന് നമ്മൾ ഷോപ്പ് കയറി, ബസ് കയറി ഷോപ്പിലെത്തി. അപ്പോൾ രാവിലത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ചായയും കട്ട്ലേറ്റുമാണ്. അത് കഴിച്ച് പിന്നെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം ഞാനൊരു പപ്സാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ മോക്കൊന്ന് പുറത്ത് പോകാൻ ആഗ്രഹം. നമ്മളൊന്ന് ജസ്റ്റ് ടൗണിൽ കറങ്ങി വരാമെന്നുള്ളതിൽ നമ്മൾ പുറത്ത് പോവാണ്. അങ്ങനെ പ്ലാനൊന്നും ഇല്ല എങ്ങോട്ടാ പോകുക ജസ്റ്റ് ഒന്ന് പോയി റൗണ്ട് അടിച്ച് വരാം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഓർമ്മ. റീൽസിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പാളയത്ത് ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഫിറ്റ് ചെയ്ത്, അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ചിട്ട് നമ്മളത് ആ റോഡിലൂടെ ഇങ്ങനെ പോകാനുണ്ടോ. ഇത് നവരാത്രിയൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ലൈറ്റ്സൊക്കെ വെച്ച്. പിന്നെ അതാ ചുറ്റുപാടും കരിമ്പ് പൊരി അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി വേറെ എങ്ങോട്ടും പോകണില്ല, നേരെ വീട്ടിൽ പോകാനാണ് കേട്ടോ പ്ലാന്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ റൗണ്ട് അടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പം വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് കഴിച്ചാലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ലോഡഡ് ഫ്രൈസ് കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ടോ. ഇത് നമ്മളൊരു ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കസിൻസായിട്ടൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്ന് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടത്. ഇത് നമ്മളെ കിനാശ്ശേരിയാണ് ഈ സ്പോട്ട് വരുന്നത്. അങ്ങനെ മോളും കഴിച്ചിട്ട് എനിക്ക് അത്ഭുതം അവൾ കഴിച്ചപ്പോൾ. കാരണം അവൾ പൊതുവേ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കലില്ല. അപ്പോൾ വേറൊരു സംഭവമുണ്ട്, വീഡിയോ ഓഫാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു പ്രഹസനം മാത്രമായിരുന്നു ആ കഴിക്കൽ. അത് കഴിഞ്ഞപ്പോൾ അത് നിർത്തിയിട്ടോ. എന്നാലും കുറച്ചേലും കഴിച്ചല്ലോ എന്നുള്ളൊരു ആശ്വാസം.